ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു പെരുന്നാൾ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. നത്തിങ് സ്പെഷ്യൽ, എല്ലാ പ്രാവശ്യത്തെയും പെരുന്നാൾ പോലെ തന്നെ സെയിം ഒരു ടൈപ്പ് പെരുന്നാളായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഡ്രസ്സൊക്കെ നാട്ടിൽ നിന്ന് ഉമ്മിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ടുള്ള ഒരു ഈദ് ഷോപ്പിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം. എനിക്ക് ചെറുതായിട്ട് ആക്സസറീസൊക്കെ വാങ്ങിക്കാനുണ്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ ആക്സസറീസ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഭയങ്കര ബെയർ ഹാൻഡ്സും അങ്ങനെയൊക്കെയുള്ള ഇഷ്ടങ്ങളേ ഉള്ളൂ. എനിക്ക് ഡ്രസ്സിങ് എത്ര ചെയ്താലും ആക്സസറീസിൻ്റെ കാര്യം എത്തുമ്പോഴത്തേക്കും എനിക്കെന്തോ മടിയാണ്. പിന്നെ എനിക്ക് അത്ര വലിയൊരു ഫാനല്ല ഞാൻ ഈ ഓരോരോ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊക്കെ എന്തൊക്കെയോ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു വ്ളോഗും ഞാൻ ഷോർട്സിലും റീൽസിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ചെക്ക് ദാറ്റ്. എല്ലാ വർഷവും പെരുന്നാളിൻ്റെ തലേന്ന് ഇങ്ങനെ എല്ലാവരും നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഉറങ്ങാനൊക്കെ നല്ല ലേറ്റ് ആവും. അങ്ങനെ ഈ പ്രാവശ്യം പള്ളിയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ നല്ല ടയർഡായിട്ട് കിടന്നുറങ്ങി. രാവിലെ ഒരു 9 മണി ആ സമയം വരെയൊക്കെ നന്നായിട്ട് ഉറങ്ങി. പിന്നെ ഇപ്പോൾ ഉമ്മിച്ച് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ കിച്ചണിലെ പരിപാടികളൊന്നും അങ്ങനെ നോക്കണ്ടാത്തതുകൊണ്ട് ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ പില്ലുമൊക്കെ പള്ളി പോയിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുന്നത് തന്നെ. പിന്നെ നമുക്ക് മെയിൻ കാര്യം എന്ന് പറയുന്നത് പോയിട്ട് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ റെഡിയായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് ഹാലാടി ഡ്രസ്സും പിന്നെ അതുപോലെ എൻ്റെ ഡ്രസ്സും അമ്മച്ചി നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. സെയിം ബില്ലുവിൻ്റെ ഡ്രസ്സും നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് രണ്ടും ഓൾമോസ്റ്റ് ഒരു സെയിം കളർ പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. വലിയൊരു സ്പെഷ്യലായിട്ടുള്ളൊരു വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ നോർമൽ ഒരു സൽവാറായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്നത് ബഹ്റൈൻ ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലാണ് കേട്ടോ. ബഹ്റൈനിലുള്ളവർക്ക് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ അവിടെ ഇഷ്ടം പോലെ ഓരോരോ ഏരിയാസ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഞാൻ പോകുന്ന ഹാലാടെ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കുക. കാരണം ഇപ്പം എനിക്ക് കൂടുതലും ഞാൻ അവളെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നോക്കാറ്. നേരത്തേക്കാണെങ്കിൽ എൻ്റെ ഫോട്ടോസ് എനിക്ക് നല്ല കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെയില്ല. എന്താണെന്ന് അറിയില്ല, എനിക്കിപ്പോൾ അവളുടെ ഫോട്ടോസ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. ഞാൻ കുറേ ഇങ്ങനെ നടന്ന് നോക്കി. കുറേയൊക്കെ അങ്ങനെ അത്യാവശ്യം വലിയ നല്ല മൂടൊന്നും അല്ലായിരുന്നു കേട്ടോ ആൾക്ക്. എന്നാലും ഞാൻ അത്യാവശ്യമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നു കേട്ടോ. ഒരു ചെറിയ ചൂടൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ടായിട്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും ഇങ്ങനെ പുറത്തേക്കൊന്നും നിൽക്കാൻ തോന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓൾറെഡി കഴിച്ചിട്ടായിരുന്നു വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ജ്യൂസ് മാത്രം കുടിച്ച് ഇതിപ്പോൾ സെക്കൻഡ് ഡേ ഓഫ് ഈദാണ് കേട്ടോ. ഈദിൻ്റെ അന്ന് അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം ലീവായിരിക്കും. ഒരു 3 days എല്ലാവർക്കും ലീവുണ്ട്. അപ്പോൾ ഈ 3 days മാക്സിമം ഹാലൊക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ മാറ്റി വെച്ചു. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും അവൾക്ക് കൂടുതൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് മൽക്കിയ എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചിലാണ്. അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളൊരു ബീച്ചാണ്. നമ്മൾ നോർമൽ ഒരു ഭയങ്കര അടിപൊളി എന്ന് പറയാനുമില്ല, എന്നാൽ കുറച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. ചെറിയ ബോട്ടിങ് ആക്ടിവിറ്റീസും പിന്നെ അതുപോലെ കുറച്ചധികം ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹാലാക്ക് ഇതാ ഈ ഒരു കഴുതയുടെ പുറത്തങ്ങനെ ഉണ്ട് കേട്ടോ ഹാല ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ ചുറ്റുമുള്ളവരൊക്കെ മൊത്തം നോക്കുമായിരുന്നു. കാരണം ഇവൻ ഞങ്ങളെപ്പോലും മൈൻഡ് ചെയ്യാതെ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കുറച്ച് നേരം അവളിങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ അവിടെ. അതിനുശേഷം നമ്മൾ നേരെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ ഐക്യയിലാണ് പോയത്. ഐക്യയിൽ മെയിനായിട്ട് പോയത് എനിക്ക് 1-2 സാധനങ്ങൾ മാത്രം വാങ്ങിക്കാനുണ്ടായിരുന്നു. പ്ലസ് എനിക്ക് ഐക്യയിലെ ഫുഡ് കോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്കിൽ അത് വാങ്ങിച്ചിട്ട് നമുക്ക് ഐക്യയിൽ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിൽ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമില്ല. ചെറുതായിട്ട് 1-2 എൻ്റെ TV യൂണിറ്റ്സിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള ബോക്സസ് ഒക്കെ കുറച്ചൊന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ പുതിയത് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഐക്യയിൽ അത് കയറി ഫസ്റ്റ് നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ ഷോപ്പിങ്ങിന് പോയത്. അങ്ങനെ അവിടുത്തെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ചെറിയൊരു വ്ളോഗായിരുന്നു അതിനോ, കാരണം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. പക്ഷെ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.